എല്ലാവരും ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ കല്ലുരുക്കി എന്ന് പറയുന്ന ചെടി ഉണ്ടല്ലോ. കല്ലുരുക്കി. അപ്പോൾ ആദ്യം പറയട്ടെ, ഞാനൊരു വൈദ്യനല്ല, ഒരു നാട്ടറിവ് മാത്രമാണ്. അപ്പോൾ ഈ ചെടിനോട് ഒരുപാട് ഉപയോഗമുണ്ട് നമുക്ക്. കണ്ടല്ലോ കല്ലുരുക്കി. അതിലൊരു ഉപയോഗം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മൂത്രക്കല്ലുള്ള ആളുകൾ ഈ ചെടി കല്ലുരുക്കി എന്ന് പറയുന്ന ഈ ചെടി പറിച്ചിട്ട് വേരോടൊക്കെ പറിക്കുക, സമൂലം പറിച്ചെടുത്തിട്ട് നന്നാക്കി അരച്ചിട്ട് വെള്ളം കൂട്ടാതെ അരച്ചതിന് ശേഷം ആടിൻ്റെ പാലിൽ കലക്കിയിട്ട് നമ്മൾ രാവിലെ വൈകുന്നേരമൊക്കെ കുടിക്കുകയാണെങ്കിൽ നമ്മളെ മൂത്രക്കല്ല് എന്ന് പറഞ്ഞ പ്രശ്നം ഇല്ലാതാവും, പൂർണ്ണമായിട്ട് മാറ്റിയെടുക്കാൻ കഴിയും. കല്ലുരുക്കി കണ്ടല്ലോ, ചെറിയ പൂവുണ്ടാവും, അതേപോലത്തെ ഒരു കായുണ്ടാവും. ഇതാണ് പൂവാവുക. കണ്ടല്ലോ കല്ലുരുക്കി. ഇപ്പോൾ നമുക്ക് ചുറ്റും ഇങ്ങനത്തെ ഒരുപാട് ചെടികളുണ്ട്, നമ്മൾ കാണാതെ ഒഴിവാക്കി വിടുന്ന ചെടികൾ. ഇതിൻ്റെയൊക്കെ ഉപയോഗം ഭയങ്കരമായ ഉപയോഗങ്ങളാണ്. കണ്ടില്ലേ കല്ലുരുക്കി. ഇതരാനൊരു പ്രത്യേക ഇതിൻ്റെ ഇല എടുത്തിട്ട് നമ്മൾ വായിലിട്ടാൽ ചവച്ചാൽ ചെറിയൊരു മധുരം ഉണ്ടാവും, ചെറിയൊരു ചവർപ്പൊരു മധുരം നമുക്ക് അനുഭവപ്പെടും. കണ്ടല്ലോ കല്ലുരുക്കി. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഒരു വിദഗ്ധ വൈദ്യനോട് ചോദിച്ചതിന് ശേഷം ഉപയോഗിക്കുക. കണ്ടല്ലോ കല്ലുരുക്കി. ഇതാണ് ചെടി. അപ്പം എന്നാൽ ശരി, ഒരറിവുള്ളൊരു വൈദ്യനോട് ചോദിച്ചിട്ട് നമുക്കിത് ഉപയോഗിക്കാം ഈ ചെടി. അപ്പം സമൂലം പറിക്കുക, നന്നാക്കി അരച്ച് കുഴമ്പ് രൂപത്തിലാക്കിയിട്ട് ആടിൻ്റെ പാലിൽ 1/2 ഗ്ലാസ് പാലിൽ ഒരു വലിയ നെല്ലിക്കൻ്റെ അളവിൽ എടുത്ത് കലക്കിയിട്ട് നമ്മൾ കുടിച്ചാൽ മൂത്രക്കല്ല് മാറിക്കിട്ടും എന്നാണ് അറിവ്. ഉണ്ടല്ലോ കല്ലുരുക്കി. അപ്പം എന്നാൽ ശരി. ഇത് ഒരുപാട് കാണാൻ കിട്ടും നമ്മുടെ നാട്ടും പുറത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് ഈ ചെടി. അപ്പം എന്നാൽ ശരി.